ആഹാര രീതിയും പൈൽസും ഇത് യൂഷ്വലി കാണുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിരം പ്രാക്ടീസിൽ കാണുന്ന ഒരു സിനാരിയോ അല്ലെങ്കിൽ ഒരു പേഷ്യൻസിൻ്റെ ഒരു ചോദ്യമാണ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു 10 പേഷ്യൻസിനെ എടുക്കുക. 10 പേഷ്യൻസിൽ നമ്മൾ ഈ പൈൽസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് വരുന്നവരിൽ ഭൂരിഭാഗം പേർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പൈൽസ് ആയിരിക്കില്ല, അതിൽ ഫിഷറായിരിക്കും. ഒരു 5 പേരോ 6 പേർക്കോ ഫിഷറായിരിക്കും. ഈ പറയുന്ന 3-4 പേർക്ക് ആയിരിക്കും ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പൈൽസ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ചിലപ്പോൾ 1-2 പേർക്കായിരിക്കും ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. എന്താണ് ഈ പൈൽസ്? ഈ പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്നൽ കനാൽ, നമ്മുടെ മലദ്വാരത്തിൻ്റെ അല്ലെങ്കിൽ വൻകുടലിൻ്റെ അഗ്രഭാഗത്ത് നമുക്ക് നോർമലായിട്ടും കുഷ്യൻസ് ഉണ്ട്. ഏനൽ കുഷ്യൻസ് എന്ന് പറയും. അതിനടിയിൽ ചെറിയ രക്തക്കുഴലുകളുണ്ട്. അത് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ കാണും. നമ്മൾ അവിടെ ഒരു ചെറിയ വാച്ച് ഉണ്ടെന്ന് സങ്കല്പിച്ച് അതിൻ്റെ 3 o'clock, 7 o'clock, 11 o'clock, അതായത് 3 മണി, 7 മണി, 11 മണി ഭാഗങ്ങളിലാണ് ഈ രക്തക്കുഴൽ ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ നാച്ചുറലി ഇത് മോഷൻ പോകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ എല്ലാ സെൻസസ്, അതായത് നമ്മൾ ഫ്ലാറ്റസ് ആണോ പാസ് ചെയ്യുന്നത്, അതായത് ഗ്യാസ് ആണോ പാസ് ചെയ്യുന്നത്, അതോ മോഷനാണോ വരുന്നത് എന്നൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഏനൽ കുഷ്യൻസ്. നമ്മൾ അതേസമയം ഇത് സ്ട്രെയിനിങ്, നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എല്ലാം നമുക്ക് നമ്മൾ അൺനെസസറി സ്ട്രെയിനിങ് ഫോർ സ്റ്റൂൾസ്, നമ്മൾ ടോയ്ലറ്റിൽ പോയി അതേ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂർ മൊബൈലുമായി സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഒരു സ്ട്രെയിനിങ് അവിടെ നടക്കുകയാണ്. അപ്പോൾ നാച്ചുറലി ഈ ഏനൽ കുഷ്യൻസ്, ഈ ഏറ്റവും നമ്മുടെ വൻകുടലിൻ്റെ അഗ്രഭാഗം പതുക്കെ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈൽസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് പ്രധാനമായും കാണുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 3 o'clock, 7 o'clock, 11 o'clock പൊസിഷൻസിലാണ്. ഈ ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നതാണ് യൂഷ്വലി അതിൻ്റെ പ്രധാന സിംറ്റം അല്ലെങ്കിൽ രോഗലക്ഷണം എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആണ്. നമുക്ക് വേദനയില്ലാത്ത രക്തസ്രാവം, മലദ്വാരത്തിൽ കൂടെയുള്ള വേദനയില്ലാത്ത രക്തസ്രാവമാണ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത്. യൂഷ്വലി ഏറ്റവും ഒരു 80 തൊട്ട് 90% ആൾക്കാരിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ഇൻറ്റേർണൽ അല്ലാതെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ മലദ്വാരത്തിനൊരു 4 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ചെറിയ സ്കിന്നുണ്ട്. ഇതേ പോർഷൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹെമറോയിഡ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയും. ഇനി വേറൊരു ഗ്രൂപ്പുണ്ട്, നമുക്ക് സെൻറ്റിനൽ പൈൽ മാസ് എന്ന് പറയും. സെൻറ്റിനൽ പൈൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സുമായിട്ട് ബന്ധമില്ല. ഈ സെൻറ്റിനൽ പൈൽ എന്ന് പറയുന്നത് നമുക്ക് ഫിഷറിൻ്റെ അറ്റത്ത് ഉണ്ടാകുന്ന ഒരു ചെറിയ സ്കാറാണ്. അത് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. യൂഷ്വലി ഇനി എന്താണ് ഈ ഫിഷർ എന്താണെന്ന് അറിയുന്നത്? ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ മലം മുറുകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൽ ഒരു ചെറിയ ഒരു മുറിവുണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കാലിലൊക്കെ, നമ്മുടെ ഹീലിലൊക്കെ ക്രാക്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മുറിവുണ്ടാകുന്നു. അവിടുന്ന് ചെറിയ ബ്ലീഡിങ് ഉണ്ടാകുന്നു. ഈ ബ്ലീഡിങ് യൂഷ്വലി വേദനയോടനുബന്ധിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുക അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് പൈൽസിൻ്റെ പ്രോബ്ലമാണെന്ന്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഫിഷറിൻ്റെ അടുത്ത് ചെറിയൊരു സ്കിൻ ടാഗ്, നമ്മുടെ ഒരു കയ്യിലൊരു മുറിവുണ്ട്, അത് ഒരു ഉണങ്ങുമ്പോൾ ഒരു പാടുണ്ടാകുന്ന പോലെ ചെറിയൊരു സ്കിന്നിൻ്റെ ഒരു തടിപ്പുണ്ടെങ്കിൽ അതിനെയാണ് ഈ സെൻറ്റിനൽ പൈൽ മാസ് എന്ന് പറയുന്നത്. ഇനി അതേസമയം ഫിസ്റ്റുല എന്ന് പറയുന്ന അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലദ്വാരത്തിൻ്റെ അടുത്ത് എപ്പോഴേലും ഒരു ചെറിയ പഴുപ്പുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ പരു പോലെ ഉണ്ടാകുന്നു, അത് പൊട്ടുന്നു. ആ പഴുപ്പ് പൊട്ടിയ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ഈ പഴുപ്പോ അല്ല വെള്ളമോ അല്ല ചലമോ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മലദ്വാരത്തിൽ കൂടെ അല്ല, മലദ്വാരത്തിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമായിട്ട്. ഇതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഈ അസുഖങ്ങളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ആൻഡ് ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ഭക്ഷണ ശൈലിയിലുള്ള പ്രത്യേകത കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. എപ്പോഴാണ് നമ്മുടെ മലം സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ പോയി അധികം സ്ട്രെയിൻ ചെയ്യേണ്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, സ്ട്രെയിൻ ചെയ്യേണ്ട ഒരവസ്ഥ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് നാരടങ്ങിയ ഭക്ഷണം ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫൈബർ കണ്ടൻറ്റ് ചെല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു രോഗാവസ്ഥയിലേക്ക് എത്തും. നമുക്ക് ഒരു ദിവസം വേണ്ടത് 25 തൊട്ട് 30 ഗ്രാം വരെ ഫൈബറാണ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വേണ്ടത്. 25 തൊട്ട് 30 ഗ്രാം ഫൈബർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1-1.5 കിലോ പച്ചക്കറിക്ക് അടുത്ത് വരും. നമ്മൾ ചുമ്മാ റഫ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആളെ കൊണ്ട് ഈ 1-1.5 കിലോ പച്ചക്കറി ഒരു ദിവസം ചുമ്മാ കഴിക്കാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ആവാവുന്നത്ര പച്ചക്കറികൾ, അതുപോലെ തന്നെ നമുക്ക് നട്ട്സ്, സീഡ്സ് ഐറ്റംസ്, നമ്മുടെ ഈ ഒത്തിരി സീഡ്സ് ഐറ്റംസ് നമുക്ക് കാണാം. അതെല്ലാം നമുക്ക് സോക്ക് ചെയ്തോ അല്ലെങ്കിൽ കുതിർത്തോ അല്ലെങ്കിൽ നമുക്ക് പൗഡർ ചെയ്തോ നമുക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഫൈബർ നമ്മുടെ
നമ്മുടെ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഇൻക്ലൂഡായി വരണം. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ഒത്തിരി മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ തന്നെ പറമ്പിൽ തൊടിയിൽ നിന്ന് കിട്ടുന്ന പഴവർഗ്ഗങ്ങളെല്ലാം ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ഫുഡിൽ വേണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പൈൽസ് ഇത് മാത്രമുള്ള കാര്യമല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉള്ള കോശങ്ങളുടെ 4-5 ഇരട്ടി നമ്മുടെ വൻകുടലിൽ നമുക്ക് വേണ്ട നോർമലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോബയോംസ് ഉണ്ട്. അതിനെയാണ് ഗട്ട് മൈക്രോബയോംസ് എന്ന് പറയുന്നത്. ഈ ഗട്ട് മൈക്രോബയോംസിൻ്റെ എക്സിസ്റ്റൻസിന് അത് നമുക്ക് ഈ തരം ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ഫുഡിൽ മസ്റ്റായിട്ടും വേണ്ടതാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഈ ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ നോർമൽ ഗട്ട് മൈക്രോബയോട്ട് അല്ലെങ്കിൽ ഗട്ട് ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയുള്ളൂ. നമ്മൾ ഇന്ന് നമ്മുടെ ഭക്ഷണക്രമം എടുത്ത് നോക്കിയാൽ യൂഷ്വലി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകും. അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന നമ്മുടെ അപ്പത്തിൻ്റെ പൊടിയെടുക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ദോശയുടെ പൊടിയെടുക്കും, എന്താണെന്ന് വെച്ചാൽ എടുക്കും. അതൊരു പാക്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആയിരിക്കും. അത് നമ്മൾ കൊണ്ടിടുന്നു, നമ്മളത് കുക്ക് ചെയ്യുന്നു. വളരെ നേർത്ത, വളരെ വെളുത്ത, വളരെ സ്വാദുള്ള ഒരു അപ്പം നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നു. പണ്ട് ഇതേ സംഭവം തന്നെ ഇതേ പൊടി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചനെല്ലെടുത്ത് കുത്തിച്ച് അതിനകത്ത് നമ്മുടെ ഈ ബ്രാൻ നമ്മുടെ തവിടും അതെല്ലാം നമുക്ക് അതിനകത്ത് കാണും. അതുകൊണ്ടാണ് അന്നത്തെ അരി കുത്തി നമ്മൾ കഴിച്ചിട്ടുണ്ട്, പൊടിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കളർ ചേഞ്ച്, ഒരു തവിട് കളർ ചേഞ്ച് നമുക്ക് അതിനകത്ത് കളർ ഉണ്ടാവും. അതിനകത്ത് ഇന്നത്തെ പോലെ വളരെ വൈറ്റ് ആയിട്ടുള്ള ഒരു പൊടിയേ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്പമേ അല്ല നമുക്ക് പണ്ട് വീട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെയാണ് പ്രശ്നം. നമ്മുടെ ഫൈബർ കണ്ടൻറ്റ് അവിടെ തൊട്ട് നമുക്ക് മിസ്സാകാൻ തുടങ്ങുന്നു. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ അല്ലെ ഈ പറയുന്ന ഫിഷ്, ഏത് ഐറ്റമാണെങ്കിലും, നോൺ വെജ് ഐറ്റം ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന വെജ് ഐറ്റം ആണെങ്കിലും ഞാൻ പറയാം, നമുക്ക് യൂഷ്വലി നമുക്ക് ഈ ഫൈബർ കണ്ടൻറ്റ് അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഒറിജിനിൽ മാത്രമേ ഉള്ളൂ. അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ മാത്രമേ നാരടങ്ങിയ ഭക്ഷണം ലഭിക്കുകയുള്ളൂ. നോൺ വെജിറ്റേറിയൻ ഫുഡ്സിൽ ഒന്നും ഫൈബർ കണ്ടൻറ്റ് ഇല്ല. ഇതൊരു ബേസിക് കാര്യമാണ്. സോ നമ്മൾ രാവിലെ കഴിക്കുന്ന ഈ അപ്പവും മുട്ടയും, അല്ലെങ്കിൽ അപ്പവും ചിക്കനും, അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനും എന്തെടുത്ത് നോക്കിയാലും നമുക്ക് ഫൈബർ കണ്ടൻറ്റ്, നാരടങ്ങിയ ഭക്ഷണത്തിൻ്റെ ക്രമം എടുത്ത് നോക്കിയാൽ വളരെ കുറവ്. അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത് നോക്കിയാൽ കുറേ നമ്മൾ ഈ പറയുന്ന ചോറ് ഇതും ഈ പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ നേരെ പണ്ടത്തെ പോലെ ആരും ഇപ്പം പുഴുങ്ങി കുത്തു അങ്ങനെയൊന്നുമില്ല, നമ്മൾ മേടിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പച്ചക്കറിയാണ് നമ്മൾ പേരിനൊരു സ്പൂൺ ശകലം ആയിരിക്കാം നമ്മൾ തോരന വല്ലതും ഉണ്ടാകുന്നത്, അല്ല ഒരു ശകലം ഗ്രേവി അടങ്ങിയ എന്തെങ്കിലും പച്ചക്കറികളായിരിക്കും. ബാക്കി ഇതുപോലെ തന്നെ നോൺ വെജ് ആയിട്ട് വരും. സോ നമ്മുടെ ഭക്ഷണക്രമത്തിൽ നാളുകളായിട്ട് ഈ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന അസുഖങ്ങൾ പലതും നമുക്ക് ഈ പറയുന്ന നമ്മളിപ്പം പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നുള്ളത് മാത്രമല്ല, പല നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദേശത്ത് മാത്രം കണ്ടുകൊണ്ടിരുന്ന കുടലിനോടനുബന്ധിച്ച അസുഖങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത്.